Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod and welcome to YBP, your budget build segment. So ഈ സെഗ്മെന്റിലാണ് നമ്മൾ PC build recommendations പറയുന്നത്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് ആൻഡ് നിങ്ങളുടെ യൂസ് അനുസരിച്ചുള്ള PC build recommendations പറയുന്ന ഒരു ചെറിയ സെഗ്മെന്റ് ആണിത്. ആൻഡ് ആക്ച്വലി കുറച്ച് നാളായി നമ്മൾ ഈ സെഗ്മെന്റ് ചെയ്തിട്ട് ബിക്കോസ് ഒബ്വിയസ് റീസൺസ് നിങ്ങൾക്ക് തന്നെ അറിയാം. PC പാർട്സിന്റെ പ്രൈസ് ഹൈക്കും അവൈലബിലിറ്റിയും സ്റ്റോക്സ് ഇഷ്യൂസും പല ഇഷ്യൂസ് കാരണം നമുക്കിപ്പോൾ PC പാർട്സ് അവൈലബിൾ അല്ല. മോസ്റ്റ്ലി നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ്സിന്റെ ആണ് ഇഷ്യൂ വരുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ വേറെ വീഡിയോസിൽ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഹോട്ട് ന്യൂസ് വീഡിയോസ് ഒക്കെ ഉണ്ട്. സോ അതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നൊക്കെ. സോ കറന്റ്ലി സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ചേഞ്ച് ഒന്നും ആയിട്ടില്ല, സെയിം അതേ സിറ്റുവേഷൻ തന്നെയാണ് കണ്ടിന്യൂ ആകുന്നത്. ഓർ ഈവൻ ഐ വുഡ് സേ കുറച്ചുകൂടെ വേഴ്സ് ആയിട്ടുണ്ട് സിറ്റുവേഷൻ. ബിക്കോസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ്സ് മാത്രമല്ല മറ്റ് PC പാർട്സിലും ഈ പ്രൈസ് ഹൈക്ക് എഫക്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മോസ്റ്റ്ലി സിലിക്കോൺ ചിപ്സ് ബേസ്ഡ് എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട് അതിന്റെയൊക്കെ പ്രൈസസ് കൂടിയിട്ടുണ്ട്. SSDയുടെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ റീസെന്റ് RAM പ്രൈസസ് കൂടിയിട്ടുണ്ട്. നേരത്തെ ഗ്രാഫിക്സ് കാർഡിന്റെ ഒക്കെ ഓൾറെഡി കൂടിയതാണ്. ബട്ട് ഓൾസോ ഹെവി ഡിമാൻഡ് കാരണം പ്രോസസേഴ്സിന്റെയും പ്രൈസ് കൂടിയിട്ടുണ്ട്. മോസ്റ്റ്ലി APUസിന്റെ പ്രൈസസ് ആണ് കൂടിയത്. കാരണം ഗ്രാഫിക്സ് കാർഡിന്റെ അവൈലബിലിറ്റി ആൻഡ് പ്രൈസ് ഹൈക്ക് കാരണം തന്നെ പലരും APU ബിൽഡ്സ് ആണ് ഇപ്പോൾ നോക്കുന്നത്. സോ ഒരു ലോ ടു മീഡിയം ബഡ്ജറ്റിൽ ഒരു APU PC ബിൽഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസ് കുറയുവാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് പലരും APUs ചൂസ് ചെയ്യുന്നത്. സോ ഇത് കാരണം APUസിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. 3200G ഒക്കെ 7,000-8,000 റുപ്പീസ് കിടന്നു ഇപ്പം 10,000 റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. സിമിലർലി ഇന്റൽ പ്രോസസേഴ്സിന്റെ പ്രൈസ് നേരത്തെ കുറവായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഇന്റൽ പ്രോസസേഴ്സിന്റെ ഡിമാൻഡ് കൂടി. ഇപ്പം റീസെന്റ് ഇന്റൽ പ്രോസസേഴ്സിന്റെ പ്രൈസും കൂടുതലാണ്. 10100F ഒക്കെ 8,000 റേഞ്ചിലായിരുന്നു, ഇപ്പം 10,000 11,000 ആ റേഞ്ചിലോട്ടൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. സിമിലർലി 10400Fന്റെയും കൂടിയിട്ടുണ്ട്. 3400G APU നോക്കുവാണെങ്കിൽ 9,000 റേഞ്ചിലായിരുന്നു, ഇപ്പം ഐ തിങ്ക് 13,000-14,000 ആ റേഞ്ച് ഒക്കെയാണ് 3400G. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ സെഗ്മെന്റ് ചെയ്യാതിരുന്നത്. 2 പ്രാവശ്യം ആക്ച്വലി ഷൂട്ട് ചെയ്തായിരുന്നു. ബട്ട് എഡിറ്റിംഗ് ടൈമിൽ വീണ്ടും പ്രൈസസ് എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ അത് എഡിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പൊ റീസെന്റ് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ്സിലും ചോദിക്കുന്നുണ്ട് അവരുടെ സ്പെസിഫിക് ബഡ്ജറ്റിൽ ബിൽഡ് റെക്കമെൻഡേഷൻസ് പറയോ, ഏതൊക്കെ പാർട്സ് വാങ്ങണമെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇതിൽ കംപ്ലീറ്റ് പാർട്സ് ഞാൻ പറയുന്നില്ല. ഗ്രാഫിക്സ് കാർഡ് മോസ്റ്റ്ലി ഒഴിവാക്കിക്കൊണ്ടുള്ള ബിൽഡ്സ് ആണ് ഞാൻ പറയുന്നത്. സോ മേ ബി ഗ്രാഫിക്സ് കാർഡ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ബെസ്റ്റ് ഞാൻ പറയുന്നത് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സ് നോക്കുന്നതായിരിക്കും. ഈവൻ യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സും കറന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആൾക്കാർ ഇതും സെയിൽ ചെയ്യുന്നില്ല. അവൈലബിൾ ആണെങ്കിലും യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സിന്റെയും പ്രൈസ് കൂടിയിട്ടുണ്ട്. എക്സാമ്പിൾ ബഡ്ജറ്റ് ബിൽഡ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് യൂസേഴ്സിന് മോസ്റ്റ് ഫേവറേറ്റ് ആയിരുന്നു 1050 Ti യൂസ്ഡ് നേരത്തെ 6,000 റുപ്പീസ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം 7,000-8,000 റുപ്പീസ് ആ റേഞ്ചിൽ കൂടിയിട്ടുണ്ട്. സോ ഈവൻ യൂസ്ഡ് പാർട്സിന്റെയും പ്രൈസ് കൂടി വരുവാണ്. സോ ശരിക്കും ഒരു PC ബിൽഡ് ചെയ്യാൻ കറക്റ്റ് ടൈം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അല്ല. ബട്ട് സ്റ്റിൽ പലർക്കും ആവശ്യങ്ങൾ കാണും. നിങ്ങൾക്ക് ഗെയിമിംഗ് ആയാലും ഓർ വാട്ട് എവർ യൂസ് ഇറ്റ് മേ ബി പലർക്കും ആവശ്യങ്ങൾ കാണും. സോ അങ്ങനെ ഒരു സിനാരിയോ വരുമ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ഇതിൽ മോസ്റ്റ്ലി ഇപ്പോൾ ഞാൻ പറയുന്നത് ഗ്രാഫിക്സ് കാർഡ് ആണ്. നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് യൂസ്ഡ് എടുക്കാം, അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത APU ബിൽഡ്സ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള പ്രോസസേഴ്സ് യൂസ് ചെയ്തുള്ള ഒരു ബിൽഡ് നോക്കാം. ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ മേ ബി ഒരു വർഷമൊക്കെ ആവുമെന്നാണ് പറയുന്നത്, അത് ക്ലിയർ അറിയത്തില്ല. സോ എപ്പോഴെങ്കിലും ഒരു പ്രൈസ് ഡ്രോപ്പോ അല്ലെങ്കിൽ യൂസ്ഡ് വേറെ നല്ല ഗ്രാഫിക്സ് കാർഡ്സിന്റെ എന്തെങ്കിലും ഡീൽ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഗോ ഓൺ വിത്ത് ദറ്റ്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ കിട്ടുവാണെങ്കിൽ അന്നേരം ഗ്രാഫിക്സ് കാർഡ് എടുത്ത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. സോ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് സിറ്റുവേഷൻ ഈസ് റിയലി വേഴ്സ്. സോ നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ബഡ്ജറ്റിനേക്കാളും ഇപ്പോഴും ബിൽഡ് ചെയ്യുവാണെങ്കിൽ മേ ബി ഒരു 10,000 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. സോ എന്തായാലും കുറച്ച് ബിൽഡ് റെക്കമെൻഡേഷൻസും കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. കറന്റ്ലി ഒരു PC അർജന്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മേ ബി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. എന്തായാലും തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പറയുന്നത് ബഡ്ജറ്റ് കാറ്റഗറിയാണ്. ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റ് കാറ്റഗറിയാണ്. സോ ഇതിൽ പലരും ചോദിച്ചത് 30,000 താഴെയുള്ള PC ഓർ മോസ്റ്റ്ലി ചോദിച്ച റിക്വസ്റ്റ് വന്നത് 30,000-40,000 റേഞ്ച് PCs ആണ്. ആൻഡ് ഓൾസോ പലരും ഫുൾ PC സെറ്റപ്പിന്റെ റെക്കമെൻഡേഷൻസും ചോദിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ കംപ്ലീറ്റ് പാർട്സിന്റെ ലിസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. സോ PCയുടെയും ഉണ്ടാവും, പെരിഫറൽസിന്റെ ഉണ്ടാവും. പെരിഫറൽസ് എന്ന് പറയുമ്പോൾ മോണിറ്റർ, കീബോർഡ്, ഹെഡ്സെറ്റ് ആൻഡ് ഗെയിമിംഗ് മൗസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതും PC സെറ്റപ്പ് ആയിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം, കറന്റ് സിറ്റുവേഷനിൽ മിനിമം 30,000 റുപ്പീസ് വേണം. 30,000 എന്ന് പറയുമ്പോൾ ബേസിക് APU ബേസ്ഡ് PCയുടെ പ്രൈസ് ആണ്. സോ ഒരു ബേസിക് എൻട്രി ലെവൽ PC നിങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ 30,000 ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഞാൻ പറയുന്നത്. അതിന് താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ മേ ബി കുറച്ച് പഴയ യൂസ്ഡ് സിസ്റ്റംസ് നോക്കേണ്ടി വരും. 4th or 3rd ജനറേഷൻ ഇന്റൽ ബേസ്ഡ് PCs ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ടി വരും. കംപ്ലീറ്റ് ന്യൂ ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ മിനിമം 30,000 ആണ്. സോ എന്തായാലും ഫസ്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നത് ഏറ്റവും ലോവർ സെഗ്മെന്റിൽ നിന്നാണ്. 30,000-40,000 റേഞ്ചിലുള്ള PCയും അതിന് മാച്ച് ആവുന്ന കുറച്ച് പെരിഫറൽസും ആയിരിക്കും. സോ പെരിഫറൽസും ആഡ് ആവുമ്പോൾ ബഡ്ജറ്റ്
40 to 50 ആകും. ഓൺലി PC നോക്കുവാണെങ്കിൽ 30 to 40 റേഞ്ച് ആണ്. കംപ്ലീറ്റ് സെറ്റപ്പിന്റെ കോസ്റ്റ് 40 to 50 ആണ്. സോ ഈ റേഞ്ചിൽ റൈസൻ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്കുള്ളത് റൈസൻ APUs മാത്രമാണ്. 3200Gയും 3400Gയും ആണ്. ഇതിൽ 3200G ആണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് 3400G നോക്കുവാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഈവൻ ജസ്റ്റ് റൈസൻ 5 എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ കോർ കൗണ്ട് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 4 കോർസും സ്പീഡ് നോക്കുവാണെങ്കിലും ചെറിയ ഇൻക്രിമെന്റേ ഉള്ളൂ. ആൻഡ് ജസ്റ്റ് ഗ്രാഫിക്സിലാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. വെഗ 11 ആണ് 3400Gയിൽ യൂസ് ചെയ്യുന്നത്. 3200Gയിൽ വെഗ 8 ആണ്. പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ 3200G തന്നെയാണ് എടുക്കാൻ ഞാൻ പറയുന്നത്. സോ ബേസിക് റൈസൻ APUയുടെ സ്പെക്സ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 3200G പ്രോസസർ, ഗിഗാബൈറ്റിന്റെ B450 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. A320 എടുക്കല് മേ ബി ഒരു 1000 രൂപ കുറവായിരിക്കും, പക്ഷേ എന്നാലും അപ്രോക്സിമേറ്റ്ലി ഒരു 1500 റുപ്പീസ് എക്സ്ട്രാ ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല B450 കിട്ടും. ഇൻ ഫ്യൂച്ചർ ആയാലും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിലും B450 is the best. സോ ഗിഗാബൈറ്റിന്റെ B450M S2H മദർ ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി 5800-6000 റേഞ്ചിൽ വരുന്ന മദർ ബോർഡാണ്. റാം നിങ്ങൾക്ക് 3200 MHz 8GB മിനിമം ആണ് ഞാൻ പറയുന്നത്. ബ്രാൻഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ADATA, G-Skills, Corsair അല്ലെങ്കിൽ ക്രൂഷ്യൽ ഏത് ബ്രാൻഡും നിങ്ങൾക്ക് എടുക്കാം. മോസ്റ്റ്ലി ADATA കുറച്ച് കുറവായിരിക്കും, 3800. മറ്റു ബ്രാൻഡ്സ് നോക്കുവാണെങ്കിൽ 4000 റേഞ്ച് ടച്ച് ആയിട്ടുണ്ട്. ഇപ്പം റാമിന്റെ കോസ്റ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് ഏതാണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. SSD നോക്കുവാണെങ്കിലും കുറച്ച് കൂടുതലാണ്. ക്രൂഷ്യലിന്റെ BX500 ആണ് എന്തായാലും ഞാൻ പറയുന്നത്. 240GB SSD. ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് M.2 SSDയുടെ ഡീൽസ് ഒക്കെ വരുന്നുണ്ട്. സ്പെഷ്യലി ക്രൂഷ്യൽ P1 മോഡൽസിന്റെ 500GB ഒക്കെ 5000 റുപ്പീസിന് താഴെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ കേസ് അങ്ങനെ വല്ല ഡീൽ ഉണ്ടെങ്കിൽ 500GBയുടെ M.2 NVMe SSD എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കറന്റ് പ്രൈസ് നോക്കുവാണെങ്കിൽ 250GBയുടെ ഒക്കെ M.2 SSD 4000 റുപ്പീസ് ആ റേഞ്ച് ആണ്. അത് ഡിപ്പെൻഡ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത്. 240GB നോർമൽ SSD മതിയെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് കുറവായതുകൊണ്ട് നോർമൽ SSD ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കുറച്ച് എക്സ്ട്രാ പെർഫോമൻസ് ഈ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ NVMe SSD എടുക്കാം. ആൻഡ് ഹാർഡ് ഡിസ്കും ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡിന് വേണ്ടി മാറ്റി വെക്കാം. കുറച്ച് ബഡ്ജറ്റ് ഇപ്പം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ അത്ര സ്റ്റോറേജിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ബേസിക് PC ആണ് വേണ്ടതെങ്കിൽ 250GB SSD അല്ലെങ്കിൽ 500GBയുടെ ഒരു SSD എടുക്കാം. ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ നല്ല ആവശ്യം വരുവാണെങ്കിൽ എടുത്താൽ മതി. പലരും ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് ആദ്യം എടുത്തിട്ട് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ഹാർഡ് ഡിസ്ക് ആദ്യം എടുത്ത് SSD അവർ സ്കിപ്പ് ചെയ്യും. സോ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യല്. അതിലും നല്ലത് SSD ആദ്യം എടുക്കുന്നതാണ്. ബിക്കോസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങി കണക്ട് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾ ഹാർഡ് ഡിസ്ക് എടുത്ത് പിന്നീടാണ് SSD ഇടുന്നതെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വിൻഡോസ് ഒക്കെ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൽ നിന്ന് വീണ്ടും ഇതിലോട്ട് ക്ലോൺ ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് മാറ്റേണ്ടി വരും, ഓർ കംപ്ലീറ്റ്ലി വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആ ഒരു സംഭവം ഒഴിവാക്കാനാണ് പറയുന്നത്. SSD ആദ്യം എടുത്ത് വിൻഡോസും കാര്യങ്ങളും അതിലിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ ഈസി. ഒരു നോർമൽ ഹാർഡ് ഡിസ്ക് വാങ്ങി കണക്ട് ചെയ്താൽ മതി. അതിലൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഏറ്റവും ബെറ്റർ പ്രൈമറിലി ഒരു SSD എടുക്കുന്നതായിരിക്കും. ആൻടെക്കിന്റെ VP450 പവർ സപ്ലൈ ആണ് ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് റേഞ്ചിൽ. ക്യാബിനറ്റ് നോക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. 3000 റേഞ്ചിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ക്യാബിനറ്റ് എടുക്കാം. എന്തായാലും 2600 ആ റേഞ്ചിൽ ആന്റി സ്പോർട്സിന്റെ ICE 120AG അല്ലെങ്കിൽ 130AG ആണ് ഞാൻ പറയുന്നത്. PCയുടെ ഓവറോൾ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 31,000 ആ റേഞ്ച് വരും. ഇപ്പം റൈസൻ 3200Gയുടെ പ്രൈസ് കൂടിയത് കൊണ്ടാണ് ഈ ഇൻക്രീസ് വന്നത്. നേരത്തെ 30,000 ആ റേഞ്ച് ആയിരുന്നു. ഇനി പെരിഫറൽ സൈഡ് നോക്കുവാണെങ്കിൽ ഒരു 10,000 റുപ്പീസ്, അപ്രോക്സിമേറ്റ്ലി 10,000 റുപ്പീസിന്റെ പെരിഫറൽസ് ഞാൻ പറയുന്നത്. മോണിറ്റർ വേണേൽ LGയുടെ 22MK600M IPS മോണിറ്റർ എടുക്കാം. അല്ലെങ്കിൽ VA പാനൽ നോക്കുന്നുണ്ടെങ്കിൽ Acer Nitro QG221Q നല്ലൊരു മോഡലാണ്. സോ ഈ രണ്ട് മോണിറ്റേഴ്സ് എടുക്കാം. പെരിഫറൽസ് എല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ഓരോ റെക്കമെൻഡേഷനിലും ഡിഫറെന്റ് ആയിട്ടുള്ള പെരിഫറൽസ് ആണ് മാക്സിമം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തേക്കുന്നത്. ലോവർ ബഡ്ജറ്റ്സിൽ എന്തായാലും ഓൾമോസ്റ്റ് സെയിം ആണ് വെച്ചേക്കുന്നത്. വേറെ ഏതെങ്കിലും റെക്കമെൻഡേഷനിൽ പറഞ്ഞ പെരിഫറൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. സോ ഇതെല്ലാം കംപ്ലീറ്റ്ലി അപ് ടു യു. അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആന്റി സ്പോർട്സിന്റെ KM500W കീബോർഡ് മൗസ് കോംബോ ആണ് ഇതിൽ ഞാൻ പറയുന്നത്. റെഡ് ഗിയർ ക്ലോക്ക് വയർഡ് RGB ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ പ്രൈസ് 42,000 അപ്രോക്സിമേറ്റ്ലി വരുന്നത് കംപ്ലീറ്റ് ഫുൾ സെറ്റപ്പിന്റെ. ഓൺലി PC 31,000 ആ റേഞ്ച് ആണ്. ഇനി ഇതേ സിമിലർ റേഞ്ചിൽ ഇന്റൽ നോക്കുന്നുണ്ടെങ്കിൽ ഇന്റലിന്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഇന്റലിൽ ഞാൻ യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രോസസർ വൈസ് നോക്കുവാണെങ്കിൽ ഇന്റലിൽ വരുന്നത് i3-10100F മോഡലാണ്. പ്രൈസ് ഏതാണ്ട് 9,000 റേഞ്ച് 8,000 ആയിരുന്നു. ഇപ്പം കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓൺലൈനിൽ ചില വെബ്സൈറ്റ്സിൽ 8,500 9,000 റേഞ്ചിൽ അവൈലബിൾ ആണ്. മദർ ബോർഡ് ആസറോക്കിന്റെ H410 HDV M.2 മോഡലാണ് പറയുന്നത്. ഇതിൽ രണ്ട് മോഡൽസ് അവൈലബിൾ ആണ്. ഒന്ന് M.2 ഉള്ളതും ഒന്ന് M.2 ഇല്ലാത്തതുമാണ്. സോ M2 എന്ന് മെൻഷൻ ചെയ്തേക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 3000 MHz ആണ് റാം ഞാൻ പറയുന്നത്. 8GB മിനിമം പറയുന്നുണ്ട്. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ ഞാൻ യൂസ്ഡ് 1050 Ti ആണ് പറയുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം സംഭവങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ ബിൽഡിന്റെ. ഈവൻ പെരിഫറൽസ് നോക്കുവാണെങ്കിലും സെയിം ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് ഒരു 45-44,000 റേഞ്ച് വരും ഫുൾ സെറ്റപ്പിന്റെ ഇന്റൽ ബേസ്ഡ്. PC മാത്രം നോക്കുവാണെങ്കിൽ ഒരു 34,000 റുപ്പീസ് ആയിരിക്കും പ്രൈസ് വരുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ ഏതാണ് യൂസ്ഡ് എടുക്കുന്നത് അതിന്റെ പ്രൈസ് അനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ്
അങ്ങോട്ട് കുറച്ച് ചേഞ്ച് ആകും. സോ 1050 Tiക്ക് ഞാൻ ഇതിൽ ഇട്ടേക്കുന്ന പ്രൈസ് 7000 ആണ്. സോ ഇൻ കേസ് 6000 കിട്ടുവാണെങ്കിൽ കുറച്ച് പ്രൈസ് കുറയും. ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 1050 Ti നല്ലതാണ്, RX 570 നല്ലതാണ്, 1060 ഓൾസോ നല്ലതാണ്. 3GB ആയാലും 6GB വേരിയന്റ് ആയാലും 9000 10,000 റേഞ്ചിൽ കിട്ടുമെന്ന് തോന്നുന്നു. സോ ഇതും നല്ലതാണ്. നെക്സ്റ്റ് കുറച്ചുകൂടെ ഒരു മിഡ് ബഡ്ജറ്റിലോട്ട് പോകാം. മീഡിയം ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ മീഡിയം ബഡ്ജറ്റിൽ തൽക്കാലം ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ പ്രൈസ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ റൈസൻ പ്രോസസേഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇന്റൽ ആയിരിക്കും വാല്യൂ ഫോർ മണി. ബഡ്ജറ്റ് വൈസും പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഇന്റൽ 10th ജനറേഷൻ പ്രോസസേഴ്സ് ആണ് കുറച്ചുകൂടെ ബെസ്റ്റ്. സോ ഇതിൽ മിഡ് റേഞ്ച് ഒരു 45,000 റുപ്പീസിന്റെ PC മാത്രം ഒരു സ്പെക്ക് നോക്കുവാണെങ്കിൽ ഇന്റൽ i5 10400F ബേസ്ഡ് PC നോക്കാം. ഇന്റൽ i5 10400F ആസ്റോക്കിന്റെ H410 മദർബോർഡ്, 16GB റാം ആണ് പറയുന്നത്. ഇതിലും യൂസ്ഡ് 1050 Ti ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഡേറ്റ ബ്രാൻഡിന് 250GB NVMe SSD പറയുന്നുണ്ട്, 1TB ഹാർഡ് ഡിസ്ക്. പവർ സപ്ലൈ സെയിം തന്നെയാണ്. കേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ആന്റി സ്പോർട്സിന്റെ ICE 211TG എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ് നിങ്ങളുടെ ചോയ്സ് ആണ്. പെരിഫറൽസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിൽ ഞാൻ പറയുന്നത്. വേണമെങ്കിൽ മോണിറ്റർ സാംസങ്ങിന്റെ എടുക്കാം, 22 ഇഞ്ചിന്റെ സാംസങ് IPS മോണിറ്റർ. ഞാൻ ഇപ്പൊ നോക്കിയപ്പോൾ പ്രൈസ് അറൌണ്ട് 10,000 ആണ് കാണിക്കുന്നത് ആൻഡ് സ്റ്റോക്കും കാണിക്കുന്നില്ല. മോസ്റ്റ്ലി 7,000 8,000 റേഞ്ചിൽ വരുന്ന മോണിറ്റർ ആണ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം. സോ ഇതിന്റെ അപ്രോക്സിമേറ്റ്ലി 45,000 റേഞ്ച് ആണ് PC വരുന്നത്. ഫുൾ സെറ്റപ്പിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 55,000 to 57,000 ആ റേഞ്ച് വരും. നെക്സ്റ്റ് മീഡിയം ലെവലിൽ ഇൻ കേസ് ഒരു എഡിറ്റിംഗ് PC നോക്കുന്നുണ്ടെങ്കിൽ ഓൺലി എഡിറ്റിംഗിന്റെ ആണ് ഞാൻ പറയുന്നത്. Ryzen 5 3600 ചൂസ് ചെയ്യാം ആൻഡ് യൂസ്ഡ് 1050 Ti ഓർ 1650 ഗ്രാഫിക്സ് കാർഡ് വെച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. Ryzen 5 3600 ഗിഗാബൈറ്റിന്റെ B550 DS3H ആണ് മദർബോർഡ്. 16GB റാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, G-Skills ഓർ ക്രൂഷ്യൽ ഓർ കോസർ ഏതെങ്കിലും. XPGയുടെ A-Data SX6000 Pro 256GB NVMe SSD ആണ് ഞാൻ ഇതിൽ പറയുന്നത്, 1TB ഹാർഡ് ഡിസ്ക്. കൂളർ മാസ്റ്ററിന്റെ ആണ് MWE 550 വാട്ട്സിന്റെ പവർ സപ്ലൈ, 80+ ബ്രോൺസ്. കേസ് നിങ്ങളുടെ ഇഷ്ടമാണ്. സിൽവർ സ്റ്റോണിന്റെ ഒക്കെ ഇപ്പോൾ കേസസ് അവൈലബിൾ ആണ്. 3800 റേഞ്ചിൽ, അല്ലെങ്കിൽ ആന്റെക്കിന്റെയും പുതിയ NX 410 മോഡൽ ഉണ്ട് 4000 റേഞ്ചിൽ വിത്ത് ഫാൻസ് വരുന്നത്. സോ Ryzen 5 3600 ബേസ്ഡ് PC എഡിറ്റിംഗിന് വേണ്ടിയാണ് മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ ഗ്രാഫിക്സ് കാർഡിന്റെ ഞാൻ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1050 Ti നോക്കാം, 1650 നോക്കാം, RX 570, 1060 ഓർ RX 580. ഇത് ഏതെങ്കിലും യൂസ്ഡ് കിട്ടുവാണെങ്കിൽ എടുക്കാവുന്നതാണ്. 8,000 10,000 റേഞ്ചിൽ. പെരിഫറൽസും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ മേ ബി ഒരു 10,000 11,000 എക്സ്ട്രാ ആകും. സോ പെരിഫറൽസ് ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റെഡ് ഗിയറിന്റെ ഷാഡോ ബ്ലാക്ക് കീബോർഡും ആന്റി സ്പോർട്സിന്റെ GM300 RGB മൗസ്, എക്സ E900 അല്ലെങ്കിൽ റെഡ് ഗിയർ കോസ്മോസിന്റെ 7.1 ഹെഡ്സെറ്റ് ആണ് പറയുന്നത്. സോ ടോട്ടൽ വിത്തൗട്ട് ഗ്രാഫിക്സ് കാർഡ് പ്രൈസ് വരുന്നത് 64,000 ആണ്. അത് നിങ്ങൾ ഏതാണോ ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നത് അതനുസരിച്ച് ബഡ്ജറ്റ് ഇൻക്രീസ് ആവും. നെക്സ്റ്റ് ഗെയിമിംഗിന് വേണ്ടി മീഡിയം ഹൈ റേഞ്ചിൽ ഒരു നല്ല PC നോക്കുന്നുണ്ടെങ്കിൽ ഇന്റൽ 11th ജനറേഷൻ ചൂസ് ചെയ്യാം. Ryzen 5 3600 ചൂസ് ചെയ്യുന്നതിലും പ്രൈസ് വൈസും പെർഫോമൻസ് വൈസും കുറച്ചുകൂടി ബെറ്റർ ആണ് ഇന്റൽ 11th ജനറേഷൻ 11600K പ്രോസസർ. സോ 11600K ആക്ച്വലി ഇതിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ളതാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്സ് കാർഡ് എടുക്കാനുള്ള ഒരു പ്ലാൻ ഇല്ലെങ്കിലും 11600K എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PC യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് റൈസൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റൈസൺ ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യം വരും. നിങ്ങൾ പ്രൈസ് ഒന്ന് കുറച്ച് കുറഞ്ഞിട്ട് ഒരു നല്ല ഗ്രാഫിക്സ് കാർഡ് ആണ് നോക്കുന്നതെങ്കിൽ മേ ബി 11600K നോക്കാവുന്നതാണ്. 11600K പറഞ്ഞാൽ ലേറ്റസ്റ്റ് 11th ജനറേഷന് വരുന്നതാണ്. മിഡ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസർ ആണ് ഗെയിമിംഗിന് വേണ്ടി. ഈവൻ വേണമെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്കും യൂസ് ചെയ്യാം. സോ ഗ്രാഫിക്സ് കാർഡിന്റെ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യാതെ ബിൽഡ് നോക്കുവാണെങ്കിൽ ഒരു 55,000 റുപ്പീസ് റേഞ്ച് വരും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്, ഇപ്പൊ തന്നെ ഗ്രാഫിക്സ് കാർഡ് എടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് RTX 2060 മിനിമം 1660 സൂപ്പർ ആണ്, അല്ലെങ്കിൽ യൂസ്ഡ് 1070 ഓർ 1080 ഒക്കെ ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ കുറച്ച് ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 1060 RX 580 ഒക്കെ നല്ലതായിരിക്കും. 1050 Ti എന്തായാലും ഞാൻ ഇതിന്റെ കൂടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഗെയിമിംഗിന് വേണ്ടി. ഗെയിമിംഗിന് മോസ്റ്റ്ലി നല്ല ഗ്രാഫിക്സ് കാർഡ് വെക്കുന്നതാണ് ഏറ്റവും റെക്കമെൻഡഡ്. സോ 11600K 24,000 റേഞ്ച് ആണ് പ്രൈസ് വരുന്നത്. നേരത്തെ പറഞ്ഞത് 11600K 3600 ബെറ്റർ ആണെന്നാണ്. ആക്ച്വലി 5600X ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 5600Xന്റെ പ്രൈസ് ഏതാണ്ട് 27,000-28,000 റുപ്പീസ് ആണ്. സോ അതുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, 3600 അല്ല. സോ 5600Xുമായിട്ട് ഗെയിമിംഗിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് വൈസും പെർഫോമൻസ് വൈസും 11600K ആണ് ദി ബെസ്റ്റ് പ്രോസസർ മിഡ് റേഞ്ചിൽ. സോ ഗെയിമിംഗിന്റെ ഈ ബിൽഡ് നോക്കുവാണെങ്കിൽ 11600K പ്രോസസർ, ഗിഗാബൈറ്റിന്റെ B560M DS3H മദർബോർഡ്, 16GB റാം ആണ് പറയുന്നത്. സാംസങ്ങിന്റെ 980 250GB M.2 SSD നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സാംസങ് 980 പുതിയ M.2 SSD ആണ്. 4100 ആണ് പ്രൈസ് കാണുന്നത് ഓൺലൈനും. 1TB ഹാർഡ് ഡിസ്ക്, കൂളർ മാസ്റ്ററിന്റെ MWE 550 വാട്ട്സിന്റെ പവർ സപ്ലൈ. ക്യാബിനറ്റ് നിങ്ങളുടെ ചോയ്സ് ആണ്. ആന്റെക് NX 400 അല്ലെങ്കിൽ ഡീപ് കൂൾ മാട്രിക്സ് 55 നോക്കാം. സോ പെരിഫറൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇതിൽ മോണിറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Acer Nitro VG240YB IPS മോണിറ്റർ ആണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാംസങ്ങും ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ടോട്ടൽ അപ്രോക്സിമേറ്റ്ലി 71,000 ആ റേഞ്ച് വരും വിത്തൗട്ട് ഗ്രാഫിക്സ് കാർഡ്. ഗ്രാഫിക്സ് കാർഡ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ്. നെക്സ്റ്റ് കുറച്ചുകൂടെ മേലോട്ട് പോവാണ്. ഒരു 90,000 റേഞ്ചിൽ ഒരു എഡിറ്റിംഗിന് വേണ്ടി PC നോക്കുന്നുണ്ടെങ്കിൽ, കുറച്ചൊരു മേ ബി ഒരു 4K എഡിറ്റിംഗ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ഈ ബിൽഡ് നോക്കാവുന്നതാണ്. Ryzen 7 3700X ഗിഗാബൈറ്റിന്റെ B550M DS3H മദർ ബോർഡ്, 16GB RAM ആണ്, 3200 MHz GTX 1660 മിനിമം ഗ്രാഫിക്സ് കാർഡ് ഞാൻ പറയുന്നത് 1660 അല്ലെങ്കിൽ 1660 സൂപ്പർ ഓർ RTX 2060 നിങ്ങൾക്ക് നല്ല പ്രൈസിന് കിട്ടുവാണെങ്കിൽ 2060 ചൂസ് ചെയ്യാം. സോ 2060 ഒക്കെ എടുക്കുവാണെങ്കിൽ ഈവൻ ഗെയിമിങ്ങിനും നല്ലതായിരിക്കും. ഓൺലി എഡിറ്റിംഗ് പ്രയോറിറ്റി ആണെങ്കിൽ 1660 സൂപ്പർ എടുക്കാവുന്നതാണ്. എഡിറ്റിംഗ്, ഗെയിമിംഗ്, സ്ട്രീമിംഗ് ഇതുപോലത്തെ എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ 2060 ഓർ 2060 സൂപ്പർ. 2060 സൂപ്പറിന്റെ ഒക്കെ ഇപ്പോൾ പ്രൈസ് 50,000 ആ റേഞ്ച് ആണ്. 35,000 ഓർ ആ റേഞ്ചിൽ 2060 കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സാംസങ് 980 EVO അല്ലെങ്കിൽ WD ബ്ലാക്ക് SSD നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 500GB ആണ് ഞാൻ പ്രൈസ് ഇതിൽ ഇട്ടേക്കുന്നത്. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നോക്കാം. കൂളർ മാസ്റ്റർ MW550 ബ്രോൺസ്, പവർ സപ്ലൈ ഡീപ് കൂൾ ഗമാക്സിന്റെ ഒരു 240mm ലിക്വിഡ് കൂളർ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. 5,800-6,000 റേഞ്ച് ആണ് പ്രൈസ്. ഡീപ് കൂൾഡ് തന്നെ മാട്രിക്സ് 55 മെഷ് ആണ് ക്യാബിനറ്റ് പറയുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി ഈ ബിൽഡിന്റെ കോസ്റ്റ് ഒരു 95,000 ആ റേഞ്ച് വരും. ഞാൻ ഗ്രാഫിക്സ് കാർഡിന് പ്രൈസ് ഇട്ടേക്കുന്നത് 30,000 രൂപയാണ്. സോ ഗ്രാഫിക്സ് കാർഡ് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ 30,000 രൂപയാണ് ഗ്രാഫിക്സ് കാർഡിന് വാല്യൂ ഇട്ടേക്കുന്നത്. ഹയർ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രൈസ് കൂടുന്നതായിരിക്കും. സോ 3700X വിത്ത് 1660 ഗ്രാഫിക്സ് കാർഡ് ഒക്കെ ആണെങ്കിൽ എഡിറ്റിംഗ് നല്ലതായിരിക്കും. 4K എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഈസി ആയിരിക്കും. ആൻഡ് ഗ്രാഫിക്സ് കാർഡ് കൂടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് മൾട്ടിപർപ്പസ് യൂസിനും ബെറ്റർ ആയിരിക്കും. ഗെയിമിംഗ്, സ്ട്രീമിംഗ്, എഡിറ്റിംഗ് എല്ലാം ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. മോണിറ്ററും പെരിഫറൽസും വേണമെങ്കിൽ നെക്സ്റ്റ് പറയുന്ന സെറ്റപ്പിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് ഗെയിമിംഗിന് വേണ്ടിയാണ് ഒരു ബിൽഡ് പറയുന്നത്. Ryzen 5 5600X പ്രോസസർ, MSI B550A Pro മദർ ബോർഡ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ B550 DS3H എടുക്കാവുന്നതാണ്. 3600 ഓർ 3200 MHz 16GB RAM. ഗ്രാഫിക്സ് കാർഡ് ഇതിൽ ഞാൻ സ്പെസിഫിക്കലി പറയുന്നത് സോട്ടാക്കിന്റെ മോഡലാണ്. സോ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒരു 58,000 ആ റേഞ്ചിൽ വരുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ് സോട്ടാക്കിന്റെ. ഏറ്റവും കുറഞ്ഞത് ഞാൻ കണ്ടത് ഇതാണ്. സോ അതിന്റെ പ്രൈസ് ആണ് ഇട്ടേക്കുന്നത്. നേരത്തെ പറഞ്ഞ സെയിം SSD ആൻഡ് ഹാർഡ് ഡിസ്ക് കോമ്പിനേഷൻ യൂസ് ചെയ്യാം. കൂളർ മാസ്റ്ററിന്റെ 650 വാട്ട്സിന്റെ ഗോൾഡ് പവർ സപ്ലൈ വേണമെങ്കിൽ എടുക്കാം. അപ്രോക്സിമേറ്റ്ലി ഒരു 7,000 റുപ്പീസ് ആകും. 550 വാട്ട്സിന്റെ അല്ലെങ്കിൽ 650 വാട്ട്സിന്റെ ബ്രോൺസ് ആയാലും കുഴപ്പമില്ല. ക്യാബിനറ്റും കൂളറും എല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി PCയുടെ പ്രൈസ് മാത്രം നോക്കുവാണെങ്കിൽ ഒരു 1,25,000 ആ റേഞ്ച് വരും. പ്രൈസ് മേ ബി ചേഞ്ച് ആകും. ഗ്രാഫിക്സ് കാർഡിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ഇട്ടാണ് ഞാൻ പറയുന്നത് 58,000 60,000 റേഞ്ച്. പെരിഫറൽസ് നോക്കുവാണെങ്കിൽ Acer Nitro XV272U മോഡൽ നോക്കാം. 27 ഇഞ്ചിന്റെ WQHD 1440p 2K റെസൊല്യൂഷൻ ഉള്ള IPS മോണിറ്റർ ആണ്. 24,000 റേഞ്ച് ആണ് ആമസോണിൽ കാണുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുന്ന പാർട്സിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മെയിൻലി പെരിഫറൽസിന്റെ എന്തായാലും ലിസ്റ്റിംഗ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ മറ്റ് പാർട്സിന്റെ അത് നിങ്ങൾ ലോക്കലി എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെയും വില കുറഞ്ഞത് എവിടെയെങ്കിലും ഓൺലൈൻ ഷോപ്സിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയും ഇടുന്നതായിരിക്കും. കീബോർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കൂളർ മാസ്റ്ററിന്റെ CK530, ലോജിടെക്കിന്റെ G502 ഹീറോ മൗസ്, കോർസൈന്റെ HS550 Pro സ്റ്റീരിയോ ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ്. ഈ പെരിഫറൽസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ടോട്ടൽ വരുന്നത് 1,65,000-67,000 ആണ്. പെരിഫറൽസ് ആക്ച്വലി ഒരു ഹൈ ബഡ്ജറ്റ് ആയതുകൊണ്ട് കുറച്ച് നല്ല പെരിഫറൽസ് ആണ് ചൂസ് ചെയ്തത്. കൂളർ മാസ്റ്ററിന്റെ കീബോർഡ് നോക്കുവാണെങ്കിൽ ഒരു 5,000 റേഞ്ചിൽ വരുന്ന കീബോർഡ് ആണ്. കോർസൈർ HS60 ഒരു 4,800 ആ റേഞ്ചിൽ വരുന്ന ഹെഡ്സെറ്റ് ആണ്. അതേപോലെ മൗസ് നോക്കുവാണെങ്കിലും 3,000 റേഞ്ചിൽ വരുന്നതാണ്. ഓൾമോസ്റ്റ് കുറച്ച് നല്ല പെരിഫറൽസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ഓൺ യു ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ഫൈനലി ഒരു ഹെവി ആൻഡ് എഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പർട്ടിക്കുലർ സെറ്റപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രോസസർ ചൂസ് ചെയ്തേക്കുന്ന Ryzen 9 3900X, മദർ ബോർഡ് MSI B550A Pro, 3200 MHz 16GB RAM, ഗിഗാബൈറ്റിന്റെ RTX 2060 ആണ് ഗ്രാഫിക്സ് കാർഡ് ഞാൻ പറയുന്നത്. ഗിഗാബൈറ്റ് 2060 അല്ലെങ്കിൽ 2060 സൂപ്പർ. RTX 2060 സൂപ്പർ ആണ് ഗ്രാഫിക്സ് കാർഡിന്റെ പ്രൈസ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 45,000 റുപ്പീസ് ആണ് ഗ്രാഫിക്സ് കാർഡ് ഞാൻ ഇട്ടേക്കുന്നത്. സോ 2060 സൂപ്പർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 3060 വേണമെങ്കിലും എടുക്കാം. സാംസങ് 970 EVO അല്ലെങ്കിൽ WD ബ്ലാക്കിന്റെ 500GB NVMe SSD ആണ് പറയുന്നത്. പവർ സപ്ലൈ കൂളർ മാസ്റ്റർ MWE 650 വാട്ട്സിന്റെ MWE 650 V2 ആണ്. 80+ ഗോൾഡ് റേറ്റഡ് ആണ്. സേസും കൂളർ മാസ്റ്ററിന് തന്നെ മാസ്റ്റർ ബോക്സ് MB511 ക്വിഡ് കൂളർ പറയുന്നുണ്ട്. മാസ്റ്റർ ലിക്വിഡ് ML240L V2 മോഡൽ. ഇതിന്റെ കൂടെ മോണിറ്റർ വേണമെങ്കിൽ എഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡിസൈനിങ് പർപ്പസിന് നോക്കുന്നുണ്ടെങ്കിൽ BenQ ബ്രാൻഡ് ഏറ്റവും നല്ലതാണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ BenQ 2K മോണിറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. BenQ PD2700Q 27 ഇഞ്ചിന്റെ ഡിസൈനർ മോണിറ്റർ ആണ്. ഡിസൈൻ വ്യൂ IPS മോണിറ്റർ, 2K റെസൊല്യൂഷൻ ആണ്. 25,000 റേഞ്ച് ആണ് പ്രൈസ് വരുന്നത്. ഇതല്ല നിങ്ങൾക്ക് നോർമൽ 1080p മതിയെങ്കിൽ 27 ഇഞ്ചിന്റെ നോർമൽ BenQയുടെ അവൈലബിൾ ആണ്. സോ അതും ചൂസ് ചെയ്യാവുന്നതാണ്. 13,000 12,000 ആ റേഞ്ച് ആണ് പ്രൈസ് വരുന്നത്. ആൻഡ് ബാക്കി പെരിഫറൽസ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ ഓവറോൾ PCയും മോണിറ്ററിന്റെ മാത്രം നോക്കുവാണെങ്കിൽ 1,50,000 ആ റേഞ്ച് വരും. പെരിഫറൽസിന്റെ ബാക്കി നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണോ അതനുസരിച്ച്
അനുസരിച്ച് പ്രൈസ് കൂടും. സോ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ YBB സെഗ്മെന്റ്. എന്തായാലും എനിക്ക് സ്പെസിഫിക്കലി കറക്റ്റ് ആയിട്ടുള്ള ബിൽഡ് റെക്കമെൻഡേഷൻസ് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. മേ ബി ഇത് നിങ്ങൾക്ക് ഒരു റിഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ യൂസ് അനുസരിച്ച് PC ബിൽഡ് ചെയ്യാൻ നോക്കാവുന്നതാണ്. മെയിൻ ഇഷ്യൂ ഗ്രാഫിക്സ് കാർഡിന്റെ ആണ്. ഇത് ഇപ്പോഴേ പെട്ടെന്നൊന്നും സോൾവ് ആകാൻ പോകുന്നില്ലെന്നാണ് ഇനീഷ്യൽ ന്യൂസ് ഒക്കെ വരുന്നത്. സോ ഐ ഡോണ്ട് നോ 100% കറക്റ്റ് റെക്കമെൻഡേഷൻ പറയാനും പറ്റുന്നില്ല. നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോഴത്തെ കറന്റ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ലോ ടു മീഡിയം ബഡ്ജറ്റിൽ PC ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നവർക്കായിരിക്കും മെയിൻ ഇഷ്യൂ വരുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും പറയുവാണ്, യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സ് ചൂസ് ചെയ്യാം. യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സിൽ നല്ലത് 1050 Ti, RX 570, RX 580, 1063GB ആയാലും 6GB ആയാലും 1070 or 1080 നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. ലോവർ റേഞ്ചിലാണെങ്കിൽ 1050 Ti to 1060 വരെ നോക്കാം. RX 570, 580. കുറച്ച് നല്ല മീഡിയം ടു ഹൈ ബഡ്ജറ്റ് ആണെങ്കിൽ 1080, 1070, 1080 Ti നോക്കാവുന്ന യൂസ്ഡ് കിട്ടുവാണെങ്കിൽ നല്ല പ്രൈസിൽ. അതല്ല പുതിയ ഗ്രാഫിക്സ് കാർഡ് തന്നെ വേണം, ഇപ്പോഴത്തെ പുതിയ ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസ് അഫോർഡബിൾ ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽസ് RTX 2060 ആണ് മിനിമം. ഇൻ കേസ് മീഡിയം ബഡ്ജറ്റിൽ ഗെയിമിങ്ങിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ 1660 സൂപ്പർ അല്ലെങ്കിൽ RTX 2060 ആണ് മിനിമം റെക്കമെൻഡ് ചെയ്യുന്നത്. മീഡിയം ബഡ്ജറ്റ്സ് നോക്കുവാണെങ്കിൽ 1650 നോക്കാം, അല്ലെങ്കിൽ 1650 സൂപ്പറും നല്ലതാണ്. ആൻഡ് ഓബിയസ്ലി ഹയർ ലെവൽ നോക്കുവാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ മിനിമം RTX 3060, RTX 3070 or RTX 3060 Ti. എന്തായാലും ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യമില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ APU ബിൽഡ് നോക്കാം. APUസിൽ 3200G എടുത്താൽ മതി, 3400Gലോട്ട് പോകേണ്ട ആവശ്യമില്ല. ആൻഡ് വിത്ത് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ Intel 10100F നല്ലതാണ്, 10400F നല്ലതാണ്, 10400F നേരത്തെ പറഞ്ഞ പോലെ Ryzen 5 3600 ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഗെയിമിംഗിൽ. സോ അതിനെക്കാട്ടിലും നല്ല ഗ്രാഫിക്സ് കാർഡ് വെക്കുവാണെങ്കിൽ 3600 നല്ലതാണ്. സോ ഓവറോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച റെക്കമെൻഡേഷൻസ് ഇതൊക്കെയാണ്. ഓൾമോസ്റ്റ് മാക്സിമം എല്ലാ യൂസ്ഫുൾ പാർട്സിന്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചേക്കാം. എന്തായാലും ഗൈസ്, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.